അമ്മയാണ് യഥാർത്ഥ എൻ്റെ ആധ്യാത്മിക ഗുരു എന്ന് വേണേൽ പറയാം. സെമിനാരി ജീവിതത്തിലേക്ക് പോകുന്നതിന് കുറച്ച് ഊർജ്ജസ്വലതയൊക്കെ വേണമല്ലോ, ഇങ്ങനെ കളിയും ചിരിയൊക്കെ. അപ്പോൾ ഞാൻ അല്പം ഇൻട്രോവേർട്ടായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് എന്നെ അവർ ആദ്യം അതിനകത്ത് സെലക്ട് ചെയ്തില്ല. സന്യാസി അദ്ദേഹത്തിന് മുറി കാണുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം നമുക്ക് ആ ഒരു പ്രത്യേക ദൈവിക ഭാവം തോന്നും. കാര്യം വളരെ ലളിതമായ ജീവിതം. ആ മുറിയിൽ അത്യാവശ്യത്തിന് വേണ്ട ഉള്ള പുസ്തകങ്ങൾ. മ്യൂസിക് പഠിക്കാൻ പോകുക എന്ന് പറഞ്ഞ അന്നത്തെ കാലത്ത് 86, 87 അതൊരു ചലഞ്ച് തന്നെയാണ്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ തന്നെ എൻ്റെ സമൂഹത്തിലുള്ള ചിലരൊക്കെ പറഞ്ഞു, നല്ലൊരു പയ്യനായിരുന്നു, അവൻ തിരിച്ചു വരുമോ അറിയത്തില്ല, മ്യൂസിക് പഠിക്കാൻ വേണ്ടി സംഗീതം പഠിക്കാൻ പോയി. എൻ്റെ പേര് ഫിലിപ്പ് വൈശ്വനാഥ് OIC എന്നാണ്. ഞാൻ ഓർഡർ ഓഫ് ദി ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ മിസ്യാനുകരണ സന്യാസി സമൂഹത്തിലെ ഒരു സന്യാസ വൈദികനാണ്. ഞാൻ ജനിച്ചത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലുള്ള കോന്നി അതിരങ്കൽ എന്ന സ്ഥലത്ത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഏതാണ്ട് ഹൈസ്കൂൾ ആയപ്പോൾ, ഏതാണ്ട് 8ാം ക്ലാസ് ആയപ്പോൾ തന്നെ എനിക്ക് വൈദികനാകണം എന്നുള്ളൊരു ചിന്ത ഉള്ളിൽ വെച്ചു. അപ്പോൾ അന്ന് കത്തോലിക്ക സഭയിൽ ചേർന്നിട്ടില്ല. അന്ന് ഞാൻ ഓർത്തഡോക്സ് സഭയിലാണ്. ഞങ്ങളുടെ വലിയൊരു ഫാമിലിയാണ്. ആ ഫാമിലി എല്ലാവരും തന്നെ ഇപ്പോൾ കൂടുതലും ഓർത്തഡോക്സ് ചർച്ചിലാണ്. വളരെ സ്ട്രോഞ്ചായിട്ടുള്ള ദൃഢപരമായിട്ടുള്ള ഭക്തിയുള്ള ഒരു വലിയ ഒരു കുടുംബ പശ്ചാത്തലമാണ്. പ്രത്യേകിച്ച് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു പെറ്റായിരുന്നു ഞാൻ. ഇപ്പം ഗ്രാൻഡ് ഫാദറിൽ നിന്നാണ് ഞാൻ യഥാർത്ഥത്തിൽ ഈ ആധ്യാത്മികത കൂടുതൽ പഠിച്ചത്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞോടുകൂടി ഞാൻ അതിനിടയ്ക്ക് തന്നെ ഞങ്ങൾ കത്തോലിക്ക സഭയിലേക്ക് ചേർന്നു. എൻ്റെ വീട്ടിൽ അന്ന് അപ്പന്, അമ്മ, അതുപോലെ മൂത്ത സഹോദരി, അതിൻ്റെ താഴെ എൻ്റെ സഹോദരൻ, പിന്നെ ഞാൻ. എന്നെക്കാളിലും 10 വയസ്സിന് ശേഷമാണ് എൻ്റെ ഇളയ സഹോദരി ഉണ്ടായത്. അപ്പോൾ ഞങ്ങളങ്ങനെ 4 പേരാണ്. പ്രത്യേകിച്ച് എൻ്റെ അമ്മയെന്ന് പറയുന്നത് അമ്മയാണ് യഥാർത്ഥ എൻ്റെ ആധ്യാത്മിക ഗുരു എന്ന് വേണേൽ പറയാം. ഇപ്പോൾ രാത്രിയിലൊക്കെ എൻ്റെ ഫാദർ ജോലി ചെയ്ത് താമസിച്ചൊക്കെ ചിലപ്പോൾ വന്നിരിക്കും. 12 മണിക്ക് രാത്രി വന്നു. അപ്പോൾ ഞാൻ ഒരു ഉറക്കമൊക്കെ ഉണർന്ന് കാണുമ്പോൾ അമ്മ ഇങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് തോന്നുന്നു തറയ്ക്കുകയും അത് ഈ വൈദികനായിട്ട് ഉള്ള ഒരു വിളിയിലേക്ക് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാനൊരു 8-9 ക്ലാസ്സോടുകൂടി ഞങ്ങൾ കത്തോലിക്ക സഭയിലേക്ക് ചേർന്നു. അടുത്ത് തന്നെയാണ് കത്തോലിക്ക പള്ളി. അവിടെ ചെന്നപ്പോൾ കുറച്ചുകൂടെ വൈദിക ജീവിതത്തെപ്പറ്റി ഒക്കെ പഠിക്കാനുള്ള കുറച്ചുകൂടെ സൗകര്യം കിട്ടി. അതിനുള്ള ആംബിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ 10ാം ക്ലാസ് ആയപ്പോൾ എനിക്ക് സെമിനാരിയിൽ പോകണം എന്ന് എൻ്റെ വിചാരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ സെമിനാരിൽ അന്നത്തെ അന്നത്തെ സ്ഥിതി അനുസരിച്ച് ഒരുപാട് കുട്ടികളുണ്ട്. ഞങ്ങളുടെ ക്യാമ്പിനൊക്കെ ചെല്ലുമ്പം 40-50 കുട്ടികളാണ് ഈ ദൈവവിളി ക്യാമ്പിന് വേണ്ടി വരുന്നത്. അപ്പോൾ അതിൽ വളരെ രസകരമായിട്ടുള്ളത് അന്ന് 40-45 കുട്ടികളുണ്ടെങ്കിലും ഈ സെമിനാരി ജീവിതത്തിലേക്ക് പോകുന്നതിന് കുറച്ച് ഊർജ്ജസ്വലതയൊക്കെ വേണമല്ലോ, ഇങ്ങനെ കളിയും ചിരിയൊക്കെ. അപ്പോൾ ഞാൻ അല്പം ഇൻട്രോവേർട്ടായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് എന്നെ അവർ ആദ്യം അതിനകത്ത് സെലക്ട് ചെയ്തില്ല. അപ്പം ഞാനിങ്ങനെ പോന്നു. അതിനുശേഷം എൻ്റെ ഹൃദയത്തിൽ ഉണ്ട്, എന്നാലും ഞാൻ ഒരു വൈദികനാകണം. അപ്പോൾ ഞാൻ വികാരിച്ചുകൊണ്ട് വീണ്ടും ഞാനത് പറഞ്ഞു. അപ്പോൾ വികാരിച്ചൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് മിഷനിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെയാണ് ബഥനിയ സന്യാസ സമൂഹത്തിലെ ഒരു വൈദികനെ കാണുകയും അദ്ദേഹത്തിലൂടെ ഞാൻ ഈ ഓർഡർ ഓഫ് ദി ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് മിശിഹാനുകരണ ബഥനിയ സന്യാസ സമൂഹത്തിലേക്ക് ചേരുകയും ചെയ്തു. അന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു അന്ന് നമുക്ക് പണം കയ്യിലുണ്ടെങ്കിലും വീട്ടിൽ അപ്പൻ്റെ അമ്മയിലും പണം ഉണ്ടെങ്കിൽ പോലും കടയിൽ നിന്ന് അരി വാങ്ങിക്കാൻ കിട്ടത്തില്ല. അരി വളരെ ദൗർലഭ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധനം വാങ്ങിക്കാൻ കിട്ടാത്ത ഒരു ദൗർലഭ്യമുള്ള ഒരു കാലഘട്ടം. അങ്ങനെ നോക്കിയാൽ നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ ദാരിദ്ര്യം അല്ലെങ്കിൽ കഷ്ടപ്പാട് മനസ്സിലാക്കിയ ഒരു ജീവിത സാഹചര്യമാണ്. അതുകൊണ്ട് അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നില്ല വൊക്കേഷൻ പ്രൊമോഷൻ പറഞ്ഞൊരു പ്രോഗ്രാം നടന്നതായിട്ട് തോന്നുന്നില്ല ഈ പ്രത്യേകിച്ച് സന്യാസ സമൂഹങ്ങളിലൂടെ. ഞാൻ അങ്ങനെ ആരും കണ്ടിട്ടില്ല. പക്ഷേ അറിഞ്ഞു കേട്ട് വരികയാണ്. അപ്പം ഞാൻ അതുപോലെ ഈ ബഥനിയെപ്പറ്റി കേട്ടു. അങ്ങനെ അറിഞ്ഞു കേട്ട് ഞാൻ കോട്ടയത്ത് ബഥനി ആശ്രമത്തിലേക്ക് വന്നു. സന്യാസ ജീവിതത്തിലേക്ക് വന്ന് കയറുമ്പോൾ അവരുടെ ആ ജീവിതം, ലളിത ജീവിതം, പ്രത്യേകിച്ച് അന്നത്തെ സീനിയേഴ്സായിട്ടുള്ള ഞങ്ങളുടെ സന്യാസി വൈദികരുടെ ജീവിതം വളരെയധികം എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് സന്യാസ ജീവിതം എന്താണ്,
പിന്നെ വൈദിക പഠനത്തിലേക്ക് വരുന്നു, അതൊക്കെ പഠിക്കാൻ തുടങ്ങിയത്. ഏതായാലും ഒന്നാമത്തെ എൻ്റെ ആ തുടക്കക്കാലം എന്ന് പറയുന്നത് ഏതാണ്ട് ദൈവിക നിറഞ്ഞ, അല്ലെങ്കിൽ എന്തൂസിയാസം എന്ന് പറയും ഉത്സാഹത്തിൽ, വെരി എന്തൂസിയാസ്റ്റിക്. ആയിരത്തി 1975 ഞാൻ ബഥനി ആശ്രമത്തിൽ ഒരു അർത്ഥിയായിട്ട് ചേർന്നു. അപ്പോൾ അന്ന് അവിടെ കടന്നു വരുമ്പോൾ ആശ്രമത്തിൽ കൂടുതൽ സീനിയേഴ്സായിട്ടുള്ള സന്യാസ ശ്രേഷ്ഠന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വളരെ ചെറുപ്പം, വളരെ സീനിയേഴ്സാണ്. പക്ഷേ ഞാനവിടെ കണ്ടത്, ഞങ്ങളുടെ ബാച്ചിൽ 14 പേരുണ്ടെങ്കിൽ ഞങ്ങളെ അവർ കണ്ടിരുന്നത് ഒരു കുടുംബത്തിലെ അല്ലെങ്കിൽ ഒരു കൊച്ചുമക്കളെ പോലെയാണ്. പ്രത്യേകിച്ച് അന്നത്തെ എടുത്തു പറയാനുള്ളത്, അന്നത്തെ ബഹുമാനപ്പെട്ട റബ്ബായലച്ചൻ, ജോഷുവാച്ചൻ, പക്കോമിസച്ചൻ, ഇവരൊക്കെ. അപ്പോൾ അവിടെ തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഫാമിലിയിൽ അല്ലെങ്കിൽ വീട്ടിൽ നിന്നും കിട്ടിയ സ്നേഹവും കരുതലും ഒക്കെ അത് അതേപടി വേറൊരു തലത്തിൽ നമ്മുടെ ആശ്രമത്തിൽ വന്നപ്പോൾ എനിക്ക് ലഭിച്ചു. അപ്പോൾ എനിക്ക് അവിടെയൊന്നും എൻ്റെ വെളിയെപ്പറ്റിയുള്ള യാതൊരു പ്രശ്നങ്ങളും എനിക്ക് തോന്നിയില്ല. കാരണം ബാച്ച് അതുപോലെയായിരുന്നു. ഞങ്ങളുടെ റെക്ടർ ബഹുമാനപ്പെട്ട ജെറോമച്ചൻ, അവരിൽ നിന്ന് കിട്ടിയ ഒരു അപ്പൻ്റെ വാത്സല്യം, അതാണ് റെക്ടറിനൊക്കെ കിട്ടേണ്ടത്. അത് ഞങ്ങൾക്ക് ലഭിച്ചു. അതുകൊണ്ടാണ് ആദ്യത്തെ വർഷം ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ക്രൈസിസും ഉണ്ടാകാതെ ഞങ്ങൾ കടന്നുപോയി. അതിനുശേഷം വീണ്ടും ഞങ്ങളെ മാർ യോവാനസ് കോളേജിലേക്ക് അയക്കുകയാണ്. അന്ന് കുപ്പായമൊന്നും സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെ വെള്ള മുണ്ടും വെള്ള ഷർട്ടും ഒക്കെ ഇട്ടാണ് ഞങ്ങളന്ന് കോളേജിലേക്ക് പോകുന്നത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന, അതുപോലെ തന്നെ അന്നത്തെ പ്രിൻസിപ്പളായിരുന്ന പണിക്കരച്ചൻ, ബഹുമാനപ്പെട്ട പണിക്കരച്ചൻ, അദ്ദേഹത്തെ കാണുന്നത് തന്നെ അവിടുത്തെ വിദ്യാർത്ഥികൾക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു. എങ്കിൽ തന്നെ ആ പേടിയെന്ന് പറഞ്ഞത് വെറും പേടിയല്ല, ഒരു ബഹുമാനത്തിൽ നിന്നും ഉള്ള ഒരു പേടി. അന്നത്തെ കാലത്ത് നമ്മുടെ സിനിമാ നടൻ ഇപ്പോഴത്തെ ജഗതിയും ഒക്കെ എനിക്ക് തോന്നുന്നു അവിടെ ആ സമയത്ത് ഞങ്ങളുടെ സീനിയേഴ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ പ്രിൻസിപ്പൽ അച്ഛനിൽ നിന്നും അതുപോലെ അവിടുത്തെ അധ്യാപകരിൽ നിന്നും റെക്ടറിൽ നിന്നും ഒക്കെ ലഭിച്ചതായ ഞങ്ങളുടെ ആ ഫോർമേഷൻ, രൂപീകരണം, അവിടെയും ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഫ്രണ്ട്സും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. മാർ യോവാനസ് കോളേജിൽ വെച്ച് പഠിക്കുന്ന സമയത്ത്. പിന്നീട് നോവിഷ്യേറ്റിലേക്ക് വരികയാണ്. നോവിഷ്യേറ്റിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം, നോവിഷ്യേറ്റ് എന്ന് പറയുന്നത് സന്യാസ പരിശീലനം വളരെ റിഗറസായിട്ട് നിഷ്കർഷയോടുകൂടി ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അന്നത്തെ കാലത്ത് വീട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല, വീട്ടിലേക്ക് ഫോണിൽ വിളിക്കാൻ പറ്റത്തില്ല, വല്ലപ്പോഴും കാണും ഒരു എഴുത്തെഴുതാം. അതുപോലെ എൻ്റെ ജ്യേഷ്ഠൻ്റെ വിവാഹം നടന്ന ആ സമയത്താണ്. ഞാൻ പോകാൻ ചോദിച്ചതുമില്ല, എന്നെ വിട്ടതുമില്ല. അപ്പോൾ അങ്ങനെ വളരെ സ്ട്രിക്റ്റായിട്ട് ഫോർമേഷൻ ഫോളോ ചെയ്യുന്നൊരു കാലഘട്ടമാണ് ഈ നോവിഷ്യേറ്റ് എന്ന് പറയുന്നത്. ആ ഒരു വർഷവും ഞങ്ങളായിട്ട് 35 പേരുണ്ടായിരുന്നു, 3 ബാച്ചായിട്ട്. അപ്പോൾ ആ ഒരു ബാച്ചിൽ തന്നെ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടേതായിട്ട് ഫ്രീഡം ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛൻ, ഞങ്ങളുടെ നവശിഷ്യ ഗുരു തന്നു. അതുപോലെ ബോസ്കോച്ചൻ തന്നു. അതുപോലെ ഞങ്ങൾ കളിക്കേണ്ടതും ചിരിക്കേണ്ട ആ സമയത്തൊക്കെ അതിനുള്ള എല്ലാ അവസരം ഞങ്ങൾക്ക് തന്നു. അപ്പോൾ അവിടെയും എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എനിക്ക് യാതൊരു തരത്തിലുള്ള ക്രൈസിസും വന്നിട്ടില്ല. എന്നാൽ എൻ്റെ ബാച്ചിലുള്ളതായ പലരും ആ സമയത്ത് ഈ ജീവിതത്തോട് അവർക്ക് പൊരുത്തപ്പെടാതെ അവർ തിരിച്ചു പോവുകയുണ്ടായി. പക്ഷെ എന്നെ അതൊരിക്കലും ബാധിച്ചില്ല. കാരണം നോവിഷ്യേറ്റിൽ പ്രത്യേകിച്ച് വെളിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ നോവിസ് മാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതേ വാചകമാണ് അദ്ദേഹം പറഞ്ഞത്: യു ആർ ബഥാനിയൻ നോട്ട് ബിക്കോസ് ഓഫ് അതർ പീപ്പിൾ ബട്ട് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന് വേണ്ടിയാണ് നീ ഒരു സന്യാസിയായിട്ട് വരുന്നത്, സന്യാസിയായിട്ട് വിളിക്കപ്പെടുന്നത്. യേശുവിന് വേണ്ടിയാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല. ഒരുപക്ഷെ മറ്റുള്ളവർ ഈ സന്യാസ ജീവിതം ഉപേക്ഷിച്ച് പോകുന്നുണ്ടായിരിക്കാം, എല്ലാവർക്കും അതിനകത്ത് തൃപ്തി ഇല്ലായിരിക്കാം. പക്ഷേ യു ആർ ഹിയർ ബിക്കോസ് ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ട് നോവിഷ്യേറ്റ് ഞങ്ങളുടെ കാലഘട്ടം ഞാൻ പൂർത്തിയാക്കി. അതിനുശേഷം വൈദിക പഠനത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട്, അല്ലെങ്കിൽ കൂടുതൽ തിയോളജിയും ഫിലോസഫിയും പഠിക്കുന്നതിനായിട്ട് ഞങ്ങൾ പൂനായിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെയാണ് ഞങ്ങളുടെ ഈ പരിശീലനം ഞങ്ങൾ നടത്തിയത്. അവിടെ പ്രത്യേകിച്ച് ദൈവവേളയെ ചലഞ്ചായിട്ട് കണ്ട ഒരവസരമാണ്.
പ്രത്യേകിച്ച് അവിടുത്തെ പ്രൊഫസേഴ്സ് എന്ന് പറയുന്നത് ജെസ്യൂട്ട് ഫാദേഴ്സാണ്. അവർ കൂടുതലും ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് വിദേശീയരായ അല്ലെങ്കിൽ ബെൽജിയത്തിൽ നിന്നും ഇറ്റലിയിൽ നിന്നും റോമിൽ നിന്നും ഒക്കെ വന്ന ജെസ്യൂട്ട് ഫാദേഴ്സാണ്. ആ ജെസ്യൂട്ട് ഫാദേഴ്സ് അവരുടെ ജീവിതശൈലി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെയധികം ഫ്രീഡം തരുന്നു, വളരെ സ്വാതന്ത്ര്യം തരുന്നു. അതോടുകൂടി തന്നെ അവരുടെ പഠനത്തിൽ കൂടി നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ ബുദ്ധിയെയും കൂടുതൽ രൂപീകരിക്കുന്നതിനും സ്വയമായിട്ട് തീരുമാനം എടുക്കുന്നതിനുള്ളതായ അവസരങ്ങളാണ് പ്രത്യേകിച്ച് ഫിലോസഫി കാലത്ത് പ്രത്യേകിച്ച് എനിക്ക് കിട്ടിയത്. അതിനുശേഷം എനിക്ക് റീജൻസി പീരീഡാണ്. അതായത് ഫിലോസഫി കഴിഞ്ഞിട്ടുള്ള തിയോളജിക്ക് ഇടയ്ക്കുള്ളൊരു പീരീഡാണ്. സ്വയമായിട്ട് തീരുമാനം എടുക്കുന്നതിനും നമ്മൾ പഠിച്ച തത്വശാസ്ത്രമൊക്കെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഫലദായകമാക്കണം അതിനുള്ള ഒരു പ്രത്യേക കാലഘട്ടമാണ്. അങ്ങനെ ആ സമയത്ത് റീജൻസി പീരീഡിൽ വന്നത് എനിക്കും വളരെ അതാണ് ഒരു നന്മയുണ്ടായത്. ഏറ്റവും സീനിയേഴ്സായിട്ടുള്ള സന്യാസികളിലൂടെ ജീവിക്കുന്നതായിട്ട് എനിക്ക് സാധിച്ചു. അപ്പോൾ അവിടെ തന്നെ എന്നെ എൻ്റെ ഈ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ദൈവം ഉണ്ടോ എന്നൊക്കെയുള്ള ചില ഒരു പതറിച്ച ചിന്തകളെ ഒന്ന് മാറ്റിയിട്ട് ഒന്നുകൂടി ദൈവത്തിൽ ഉറപ്പിക്കുന്നതിനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചു ഈ റീജൻസി കാലത്ത്. എൻ്റെ റീജൻസി പീരീഡിന് ശേഷം ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് വീണ്ടും സെമിനാരി പഠനത്തിനായി പോകുന്നത്. അവിടെ വീണ്ടും സെമിനാരി പഠനം തുടരുകയാണ്. കാരണം അവിടെ തത്വശാസ്ത്രം കഴിഞ്ഞ് ഇനിയും ദൈവശാസ്ത്രമാണ്, തിയോളജി പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവിക ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്. അവിടെ പഠിക്കുന്ന ക്രിസ്റ്റോളജി, മെരിയോളജി, ന്യൂമറ്റോളജി ഇങ്ങനെയുള്ള എല്ലാ പഠനങ്ങളും എല്ലാം ദൈവിക ചിന്തകൾ നമ്മളെ നിറയ്ക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മറ്റ് കാര്യങ്ങളിലേക്കുള്ള ഉള്ള പതറിച്ച വരാൻ വളരെ സാധ്യത കുറവാണ്. കാരണം ദൈവിക ജ്ഞാനമാണ് നമ്മൾ ആർജിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അന്ന് കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ബാച്ചിലുള്ളതായ സെമിനേറിയൻസ്, അത് പല സന്യാസി സമൂഹങ്ങളിൽ പെട്ടവരുണ്ട്. അതുതന്നെ ഭാരതത്തിൻ്റെ പല കോണുകളിൽ നിന്നും പല സന്യാസി സമൂഹങ്ങളിൽ പെട്ടവരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ജീവിതശൈലിയും അവരുടെ ഈ കോളിനോടുള്ള വിളിയോടുള്ള അവരുടെ പ്രതിബദ്ധതയൊക്കെ ഒരു പരിധി വരെ എന്നെയും സ്വാധീനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ജെസ്യൂട്ട് ഫാദേഴ്സ് അവരുടെ ജീവിതചര്യകളും അവരുടെ ജീവിതത്തിൻ്റെതായിട്ടുള്ള പ്രതിബദ്ധതയൊക്കെ ഞങ്ങളുടെ രൂപീകരണത്തിൽ വളരെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ വെളിയിൽ ഉറച്ചു നിൽക്കുന്നതായിട്ട് ഞങ്ങൾ സാധിച്ചു. എന്തെങ്കിലും ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്രോച്ചബിളായിട്ടുള്ള അല്ലെങ്കിൽ ചെന്ന് ഡിസ്കസ് ചെയ്യാവുന്ന സീനിയേഴ്സായിട്ടുള്ള പ്രൊഫസേഴ്സ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് വെളിയിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്തുന്ന കാര്യം. ക്രൈസിസ് സമയത്തൊക്കെ നമ്മൾ ചെറുപ്പമായിരിക്കുന്ന സമയമാണ്, 25-26 വയസ്സൊക്കെ ഉള്ളൂ. പല ക്രൈസിസ് നമുക്ക് വരാവുന്നതാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മളെ ദൈവിക വെളിയിൽ തന്നെ ഉറച്ചു നിർത്തിയത് ഈ സീനിയേഴ്സായിട്ടുള്ള നമ്മുടെ പ്രൊഫസേഴ്സിൻ്റെ വൈദികരുടെ ജീവിതവും അതുപോലെ തന്നെ ആശ്രമ ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്നതായ ആരാധനാപരമായിട്ടുള്ള ആധ്യാത്മികതയും അവിടുത്തെ ജീവിത ശൈലിയുമാണ്. അപ്പോൾ ഇതാണ് പ്രത്യേകിച്ച് പൂന പഠന കേന്ദ്രം എന്ന് പറയുമ്പോൾ അവിടുത്തെ രൂപീകരണം ഞാൻ ആദ്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു തലമാണ്. സ്വാതന്ത്ര്യത്തിൽ നമ്മളെ വളർത്തുക, എന്നാൽ ആ സ്വാതന്ത്ര്യം നമ്മളെ യഥാർത്ഥമായി നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഫ്രീഡം ഉണ്ടെങ്കിൽ ആ ഫ്രീഡത്തെ നമ്മളെങ്ങനെ വിനിയോഗിക്കുന്നു, അത് നമ്മുടെ ജീവിതത്തെ പക്വമാക്കുന്നതിനും, അല്ലെങ്കിൽ എൻ്റെ വിളി എന്ന് പറയുന്നത് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട്, ദൈവത്തിൻ്റെ ശിഷ്യനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മറ്റുള്ളവരെയും ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വിളിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവരെയും ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധ്യമാകുള്ളൂ. അപ്പോൾ ഈ ഒരു ബോധ്യമാണ് യഥാർത്ഥ ദൈവവിളിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് സന്യാസീവത്തിലും പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന സെമിനേറിയൻസിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ തളർച്ചയിലിരിക്കുന്നവരെയും അല്ലെങ്കിൽ ജീവിതത്തിൽ നിരാശയിലിരിക്കുന്നവരെയൊക്കെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന ഉയർപ്പിൻ്റെ പ്രത്യാശയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധ്യമാണ് എൻ്റെ വിളിയെ കൂടുതൽ ഫലവത്താക്കി തീർക്കുന്നത്, കൂടുതൽ അതിനെ പക്വമാക്കുന്നത്. ആ ഒരു ബോധ്യം എനിക്കില്ലെങ്കിൽ, അതാണ് ബോധ്യം വരുന്നത് തന്നെ
തലങ്ങളാണ് ഈ മെഡിറ്റേഷനിലെ ധ്യാനത്തിൻ്റെ സമയങ്ങളും പ്രാർത്ഥനയുടെ സമയങ്ങളൊക്കെ. കോമൺ ആയിട്ടുള്ള പ്രാർത്ഥനയുണ്ട്. അതിലുപരിയായി ഞങ്ങളുടെ ബഥനി ആശ്രമത്തിൽ പ്രത്യേകിച്ച് ഒരു ബഥാന്യൻ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ധ്യാനിച്ചിരിക്കണമെന്നുണ്ട്. അപ്പോൾ ഈ ധ്യാനത്തിലാണ് യഥാർത്ഥത്തിൽ കിട്ടിയ ദൈവിക ഭാവങ്ങളൊക്കെ നമ്മുടെ സ്വാംശീകരിക്കുന്നതിനും അത് എൻ്റെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കണം, ദൈവജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഞാൻ വ്യാപരിക്കുന്ന തലങ്ങളിലേക്ക് അത് ഈ ദൈവിക ശക്തി, ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രകടമാക്കണമെന്ന് ബോധ്യപ്പെടുന്നതായ ഒരു പ്രത്യേക കാലയളവാണ് ഈ പ്രത്യേക ഞങ്ങൾക്ക് ബഥനി പഠനകാലത്ത് കിട്ടിയത്. 1986 ഞങ്ങളുടെ ഓർഡിനേഷൻ നടക്കുന്നത്, പട്ടം സ്വീകരിക്കുന്നത്. ആ പട്ടം സ്വീകരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ വളരെയധികം ഒരുങ്ങി. അതിന് പ്രത്യേകിച്ചുള്ള ധ്യാനം തന്നെ ഞങ്ങൾ നടത്തിയത് നമ്മൾ കുരിശുമലയിലെ ഫ്രാൻസിസ് ആചാര്യയാണ്. അതൊരു വലിയ ഭാഗ്യമായിരുന്നു. ഫ്രാൻസിസ് ആചാര്യ ആണല്ലോ കുരിശുമല ആശ്രമത്തിൻ്റെ സ്ഥാപനം. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ചെന്ന് അദ്ദേഹം അങ്ങനെ മുറിയിൽ ഇങ്ങനെ ഇരിക്കും, സന്യാസി. അദ്ദേഹത്തിൻ്റെ മുറി കാണുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം നമുക്ക് ഒരു പ്രത്യേക ദൈവിക ഭാവം തോന്നും. കാര്യം വളരെ ലളിതമായ ജീവിതം. ആ മുറിയിൽ അത്യാവശ്യത്തിന് വേണ്ട ഉള്ള പുസ്തകങ്ങൾ അദ്ദേഹം ഒരു പീഠത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ധ്യാനം നടത്തി. അപ്പോൾ ധ്യാനം നടത്തിയതിന് ശേഷമാണ് ഞങ്ങൾ വൈദിക പട്ടം സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾ വലിയ വലിയ വ്യക്തികൾ, അവരൊക്കെ പ്രത്യേകിച്ച് ഫ്രാൻസിസ് ആചാര്യമൊക്കെ അവരുടെ യൂറോപ്പിലുള്ള അവരുടെ സൗകര്യപ്രദമായ ജീവിതമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ വിളി സ്വീകരിച്ചുകൊണ്ട് ഈ കഷ്ടപ്പാട് നിറഞ്ഞ കുരിശുമല ആശ്രമത്തിൻ്റെ മലയിൽ മണ്ണ് താമസിച്ച് ദൈവജനത്തിൽ ജീവിച്ച് മറ്റുള്ളവരെ ദൈവത്തിലേക്ക് വളർത്തുന്ന ആ പ്രാഭവമൊക്കെ പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തെ കൂടുതൽ, ഞങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ഉറപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ആണ് ഈ വൈദിക പട്ടാഭിഷേകം നടക്കുന്നത്. ആ പട്ടത്വം നൽകുന്നത് ഞങ്ങളുടെ ബഥനിയിലെ ആർച്ച് ബിഷപ്പായിരുന്ന ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് പിതാവാണ്. അതാന്ന് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ ഒക്കെ ആധ്യാത്മിക ചൈതന്യം എന്നെ കൂടുതൽ സ്പർശിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തും കണ്ടിട്ടുണ്ട്, അദ്ദേഹം ആശ്രമത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം പറയും അദ്ദേഹത്തിന് യാതൊരു സ്പെഷ്യാലിറ്റിയും വേണ്ട, അദ്ദേഹം അവിടെ വിളമ്പുന്നത് മാത്രമേ കഴിക്കുകയുള്ളൂ. ഇനി രാത്രിയിൽ വരികയാണെങ്കിൽ, അന്ന് ഫോൺ സൗകര്യം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ രാത്രിയിലായിരിക്കും. രാത്രി വന്നാൽ ഉടനെ 12 മണിക്ക് വന്നാൽ അദ്ദേഹം ഏതൊരു സ്ഥലത്തൂടെ പോകുമ്പോൾ രാത്രി ആയിക്കഴിഞ്ഞാൽ ആശ്രമത്തിൽ വന്ന് കിടക്കും. അപ്പോൾ ആശ്രമത്തിൽ വന്ന് ആദ്യം ചെയ്യുന്ന അദ്ദേഹം പള്ളിയിലേക്ക് പോവുക ചെയ്യുന്നത്. ഞാൻ ഒരിക്കൽ രാത്രിവില്ലായിൽ വെച്ച് കണ്ടതാണ്. അദ്ദേഹം 12 മണിക്ക് രാത്രിയിൽ വന്നു, നേരെ ചാപ്പലിലേക്ക് പോകുന്നു. രാത്രിയിൽ ഏതാണ്ട് 1 മണിക്കൂറോളം 12 മണിക്ക് അദ്ദേഹം ഞാനിവിടെ കാത്തു നിന്ന് ചിലവഴിച്ചതിന് ശേഷം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ അത്യാവശ്യമുള്ള വസ്ത്രങ്ങളൊക്കെ രാത്രിയിൽ തന്നെ കുളിമുറിയിട്ട് അലക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. അതിനുശേഷം അദ്ദേഹം കിടന്നുറങ്ങി പോകുന്നു. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ വളരെ മഹനീയമായിട്ടുള്ള ആധ്യാത്മിക ചിന്തകളും മഹനീയമായിട്ടുള്ള വ്യക്തികൾ അവരുടെ ജീവിതത്തിൻ്റെ ലാളിത്യവും അവരുടെ വിളിയിലുള്ള അവരുടെ ആ ഉറച്ചു നിൽപ്പും ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. വൈദിക പട്ടത്തിന് ശേഷം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സ്ഥലങ്ങളിലേക്കാണ് ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് വരുന്നത്. എൻ്റെ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് തിരുവല്ല ദേറ. ഞങ്ങൾക്ക് 2 ദേറാകളാണുള്ളത്. ഇപ്പോൾ ഒരു ദേറായുടെ ഉണ്ട്. ആ സമയത്ത് 2 ദേറാകളാണ്. ആ ദേറായിൽ 7 മാസക്കാലം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ആ സമയത്ത് എന്നെ ഏൽപ്പിച്ചിരുന്നത് ധ്യാനപ്രസംഗങ്ങളും അതുപോലെ തന്നെ മറ്റ് കൺവെൻഷൻ പ്രസംഗങ്ങളൊക്കെ നടത്താൻ വേണ്ടി പോവുക എന്നുള്ളതായിരുന്നു എൻ്റെ 6-7 മാസക്കാലം. ആ സമയത്ത് തന്നെ എനിക്ക് അപ്പോൾ യുവാക്കന്മാരുമായിട്ടും മറ്റ് വ്യക്തികളുമായിട്ടും ഒക്കെ ഇടവജനങ്ങളുമായിട്ടും മറ്റ് വ്യക്തികളുമായിട്ടൊക്കെയുള്ള ഒരു സമ്പർക്കവും ഒക്കെ സ്വീകരിക്കുന്നതിനും അവർക്ക് എങ്ങനെ എൻ്റെ ജീവിതത്തെ അവർക്ക് സ്വീകരിക്കത്തക്ക രീതിയിൽ എങ്ങനെ അവതരിപ്പിക്കണമെന്നുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. അപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ആ ചിന്തകൾ വന്നപ്പം തന്നെ എന്നിൽ ഉണ്ടായിരുന്ന ഒരു കലാബോധമുണ്ട്. സംഗീതത്തിൻ്റെ ഒരു വാസന അതെൻ്റെ ഗ്രാൻഡ് ഫാദറിൽ നിന്നും ഒക്കെ കിട്ടിയതാണ്. അപ്പോൾ അത് സന്യാസമൂഹം തിരിച്ചറിഞ്ഞു. എൻ്റെ ഓർഡിനേഷന് ശേഷം അവരെ എന്നെ നേരെ മദ്രാസ് മ്യൂസിക് കോളേജിലേക്ക് വിടുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു, ഇങ്ങനെ പോയാൽ നല്ലതാണ്. അദ്ദേഹം കൂടുതൽ പ്രായമായതിനു ശേഷം പോയാൽ പഠിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് അവരുടെ കൗൺസിലേഴ്സ് എന്നെ കൂടി തീരുമാനിച്ചു. അന്നത്തെ കൗൺസിലർ എന്നെ വിളിച്ച് പറഞ്ഞു അച്ഛനെ സംഗീതം പഠിപ്പിക്കാൻ വിടും. ഞാൻ മദ്രാസ് മ്യൂസിക് കോളേജിൽ പോവുകയാണ്. അപ്പോൾ മ്യൂസിക് പഠിക്കാൻ പോവുക എന്ന് പറഞ്ഞ അന്നത്തെ കാലത്ത് 86-87 അതൊരു ചലഞ്ച് തന്നെയാണ്. അങ്ങനെ പഠിക്കാൻ പോയിട്ടുള്ളവർ പ്രത്യേകിച്ച്
സന്യാസികളായിട്ടുള്ളവരൊക്കെ പോയിട്ടുള്ളവർ സെമിനാരിയൻസൊക്കെ അവർ തിരിച്ചു വന്നിട്ടുണ്ട്. തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അവർ ആ ജീവിതം ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ തന്നെ എൻ്റെ സമൂഹത്തിലുള്ള ചിലരൊക്കെ പറഞ്ഞു, നല്ലൊരു പയ്യനായിരുന്നു, അവൻ തിരിച്ചു വരുമോ എന്നറിയത്തില്ല, മ്യൂസിക് പഠിക്കാൻ വേണ്ടി സംഗീതം പഠിക്കാൻ പോയിരിക്കുകയാണ്, അവൻ വരുമോ എന്നറിയത്തില്ല. അപ്പോൾ ഇതും എൻ്റെ ഉള്ളിൽ കിടന്നു. അപ്പോൾ അവിടെ മ്യൂസിക് കോളേജിൽ പല വ്യക്തികളാണ്, സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥിനികളും എല്ലാം ഇടകലർന്ന് പിന്നെ അതുപോലെ സംഗീതം, നൃത്തം, ഇങ്ങനെല്ലാം കലാരൂപങ്ങളാണ്. അവിടെ തെറ്റിപ്പാനുള്ള സർവ്വ സാധ്യതയുണ്ട്. നമ്മളെ നിയന്ത്രിക്കുന്ന ആൾക്കാരൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അവിടെ ആരുമില്ല. പക്ഷേ ഈ ഉൾവിളി എന്നുള്ളതുകൊണ്ട് ഇത് ഞാനവിടെ സ്വീകരിച്ച്, ഞങ്ങൾക്കവിടെ പാൻസും ഷർട്ടും ഉപയോഗിക്കാൻ പറ്റത്തില്ല, നമ്മൾ മുണ്ട് ധരിക്കണം, മുണ്ട് ഉടുപ്പായിരിക്കണം. അപ്പോൾ ഞാനന്ന് കാവ്യ തന്നെയാണ് ധരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ആ വേഷത്തിലും ഭാവത്തിലും ഒക്കെ വരുമ്പോൾ മറ്റുള്ള വിദ്യാർത്ഥിനികൾ അവരിൽ നിന്നും അല്പം കൊണ്ട് മാറി നിൽക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ എന്തോ ഒരു ദൈവിക ഭാവമുള്ളൊരു വ്യക്തി ആണല്ലോ എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടായിരുന്നുകൊണ്ട് ഒരു പ്രത്യേക ഒരു ബഹുമാനം എന്നോടൊന്ന് അവർ കാണിച്ചു. ഞാനും അങ്ങനെ തന്നെയാണ് അവിടെ വർത്തിച്ചത്. അങ്ങനെ 3 വർഷം കൊണ്ട് ഞാൻ അവിടെ മ്യൂസിക് പഠിച്ചു. യാതൊരു പ്രശ്നവും എനിക്കില്ലായിരുന്നു. മ്യൂസിക് പഠനം കഴിഞ്ഞ് ഞാൻ വീണ്ടും അവിടുന്ന് മ്യൂസിക് കോളേജിൽ ഞാൻ രക്ഷപ്പെട്ടുകൊണ്ടായിരിക്കാം എന്നെ ഉടൻ തന്നെ എന്ത് ചെയ്തു, അന്നത്തെ സുപ്പീരിയർ ജനറൽ എന്നെ വീണ്ടും സെമിനാരിസ്റ്റിന് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഫോർമേഷൻ കൊടുക്കുന്നതിന് വേണ്ടി എന്നെ വീണ്ടും പൂനെയിലേക്ക് നിയമിച്ചു, പ്രീഫെക്ട് ഓഫ് സ്റ്റഡീസായിട്ട് നിയമിച്ചു. അങ്ങനെ അവിടെ ആ കാലഘട്ടവും പൂർത്തിയാക്കി. അതിനുശേഷം വീണ്ടും എന്നെ നാട്ടിലേക്ക് വരുന്നു. നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിന്തിച്ച്, ഞാൻ കുറച്ചുകൂടെ എൻ്റെ വിളിയെ ഒന്നുകൂടി രൂപപ്പെടുത്തുന്നതിനും കുറച്ചുകൂടി വിപുലപ്പെടുത്തുന്നതിനും മറ്റുള്ളവരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുക. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പല മതങ്ങളുണ്ട്. ഈ മതസ്ഥരുമായിട്ട് എങ്ങനെ നമ്മൾ ഒന്നിച്ച് നമുക്ക് ജീവിക്കണം, പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ ഈ പ്ലൂറലിസ്റ്റിക് ഈ ലോകത്തിൽ എങ്ങനെ മറ്റുള്ള മതസ്ഥരുമായിട്ട് നമ്മൾ ഒന്നിച്ച് ജീവിക്കണം, മറ്റു മതങ്ങളെ നമ്മൾ ബഹുമാനിക്കണം, അതുപോലെ കൂടി തന്നെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിശ്വാസത്തെ നമ്മൾ ഊട്ടിയുറപ്പിക്കണം, അതിൽ നമ്മൾ നിലയുറപ്പിക്കണം, ഉറച്ചു നിൽക്കണം. അതോടുകൂടി തന്നെ മറ്റുള്ളവരെ നമ്മളെ ബഹുമാനിക്കുന്നതോടുകൂടി തന്നെ യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുക. അവരെ എല്ലാവരും നമ്മൾ വീണ്ടും വേറൊരു നമ്മുടെ മതത്തിലേക്ക് ചേർക്കുക എന്നുള്ളതല്ല, പിന്നെയോ അവരിലേക്ക് മദർ തെരേസ പറഞ്ഞതുപോലെ തന്നെ അവരിലേക്ക് ദൈവത്തിൻ്റെ യേശുവിൻ്റെ ഭാവം, യേശുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുക. ഇതാണ് യഥാർത്ഥ മിഷൻ എന്ന് പറയുന്നത്. അതാണ് ആദിമ ക്രിസ്തീയ സമൂഹം ചെയ്തത്. അതെൻ്റെ വിളിയുടെ ഒരു തലമാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാനന്ന് ഒരു സംഗീതപരമായല്ല മ്യൂസിക് മിനിസ്ട്രി ഏറ്റെടുക്കുകയുണ്ടായി. അങ്ങനെയാണ് 4 വർഷക്കാലം ഞാൻ ഒരു ദേറായിലെ അല്ലെങ്കിൽ സന്യാസി ഭവനത്തിലെ സുപ്പീരിയറായിരുന്നു, വികാരിയായിരുന്നു. അന്ന് ഞാൻ സ്റ്റുഡൻസിൻ്റെ മാസ്റ്ററായിരുന്നു. അതുപോലെ തന്നെ പല തസ്തികകൾ ഞാൻ വർക്ക് ചെയ്തു. അതുപോലെ ഇങ്ങനെയുള്ള സംഗീത സദസ്സുകൾ നടത്തി അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം കുറച്ച് മനുഷ്യർക്ക് കൊടുക്കുന്നതിന് എനിക്ക് സാധിച്ചു. അത് കണ്ടുകൊണ്ടാണ് ഞാൻ ചോദിക്കാതെ തന്നെ എന്നെ വീണ്ടും എൻ്റെ സന്യാസി സമൂഹം ഈ ആരാധനയിലും സംഗീതത്തിലും കൂടുതൽ റിസർച്ച് നടത്തുന്നതിന് വേണ്ടി PhD എടുക്കുന്നതിന് വേണ്ടി ഞാൻ ചോദിക്കാതെ തന്നെ എന്നെ ഓസ്ട്രിയയിലേക്ക്, യൂറോപ്പിലേക്ക് വിടുകയാണ് ഉണ്ടായത്. നമ്മൾ ദൈവിക പദ്ധതി എന്ന് കേട്ടിട്ടുണ്ട്. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് പ്രോവിഡൻസ് ഓഫ് ഗാഡ്. അപ്പോൾ എന്ത് നടന്നാലും അത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതാണ് എന്നുള്ളതായ ഒരു ക്രിസ്തീയ വിശ്വാസം, ഒരു ആധ്യാത്മികത, അത് ഏറ്റവും കൂടുതൽ എന്നിലേക്ക് കടന്നു വന്നത് എൻ്റെ PhD കാലമാണ്. യൂറോപ്പിലുള്ളതായ ആ സമയം 6 വർഷം ഞാൻ യൂറോപ്പിലുണ്ടായിരുന്നു. അന്ന് സംഗീതത്തെപ്പറ്റിയും ആരാധനയെപ്പറ്റിയുള്ള PhD നടത്തുകയാണ്. അവിടെ എന്നെ നോക്കാനും എന്നെ കൺട്രോൾ ചെയ്യാനും എനിക്ക് മറ്റു നേതൃത്വം തരാനും ആരുമല്ല, ഞാൻ തന്നെയാണ്. അപ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ എനിക്ക് എൻ്റെ ദൈവീയ പദ്ധതി എന്താണെന്ന് എനിക്ക് കൂടുതൽ ബോധ്യമായത്. കാരണം യൂറോപ്പ് എന്ന് പറയും നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ജീവിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നെ ആരും കാണുന്നില്ല, എന്നെ ആരും നോക്കുന്നില്ല, ആരും ഒളിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ജീവിതത്തിൽ എനിക്ക് എന്തും ചെയ്യാവുന്ന ഒരു കാലഘട്ടം, ഒരു ജീവിതത്തിൽ ഞാൻ എങ്ങനെ ജീവിക്കുന്നു, ഒരു സന്യാസിയായിട്ട് എനിക്ക് അല്ലെങ്കിൽ സന്യാസ വൈദികനായിട്ട് എങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ജീവിച്ചതാണ് യഥാർത്ഥത്തിൽ ദൈവിക പദ്ധതിയുടെ ഏറ്റവും വലിയൊരു വെളിപ്പെടുത്തൽ.
അതിനെന്നെ ഉപകരിച്ചതാണ്. ഞാനത് തുറന്നു പറയുകയാണ്. അങ്ങനെ എന്നെ ഒരു തലങ്ങളിലേക്കും എന്നെ ഇഴച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ദൈവം എനിക്ക് അനുവദിച്ചു തന്നാണ് എനിക്കൊരു ചെറിയ ആരോഗ്യ പ്രശ്നം. ഏതാണ്ട് 29 വർഷമായിട്ട് എനിക്കൊരു ആരോഗ്യ പ്രശ്നം എൻ്റെ വൻകുടലിനെ ബാധിച്ചു. അതിന് അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് വെരി സീരിയസ് ക്രോണിക് ഡിസീസാണ്. പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ അത് റിസ്ക്കാണ്. അറ്റ് എനി ടൈം ഇറ്റ് ക്യാൻ ബിക്കം ക്യാൻസർ. അപ്പോൾ എന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു, അച്ഛൻ ഡിസർട്ടേഷൻ നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെങ്കിൽ ഇത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഞാൻ ദൈവിക പദ്ധതിയിൽ വിശ്വസിച്ചു. എൻ്റെ മ്യൂസിക് മെഡിറ്റേഷൻ, മറ്റ് മെഡിറ്റേഷനുകളും ദൈവത്തിലുള്ള എൻ്റെ ആ ഒരു ഉറച്ച വിശ്വാസം കൊണ്ട് അത് പൂർത്തിയാക്കി. ആ പൂർത്തിയാക്കിയതിന് ശേഷം ഞാനത് തിരിച്ച് നാട്ടിലേക്ക് വന്ന് വീണ്ടും സന്യാസ സമൂഹത്തിലേക്ക് കടന്നു വന്നു. വീണ്ടും എൻ്റെ അപ്പോയിൻമെൻ്റ് അനുസരിച്ച് ഞാൻ കൂടുതൽ സമയവും ഞാൻ ചിലവഴിച്ചത് വൈദിക രൂപീകരണത്തിനാണ്, അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് ദ പ്രീസ്റ്റ്. സെമിനാരിൽ ജീവിക്കുക, അവരെ യഥാർത്ഥ സന്യാസ വൈദികരായിട്ട് ജീവിക്കാൻ അവരെ പഠിപ്പിക്കുക, അവർക്ക് വേണ്ട മാതൃക കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കൂടുതൽ ജീവിത കാലഘട്ടവും ഞാൻ ചിലവഴിച്ചത്. ഏതാണ്ട് 10-20-25 വർഷം അതിനുവേണ്ടി ഞാൻ ചിലവഴിച്ചത്. അപ്പോൾ അവിടെ എങ്ങനെ അവർക്ക് അവരുടെ സാന്നിധ്യത്തിൽ എനിക്ക് ജീവിക്കാൻ സാധിച്ചു. ഒരു ഗുരുവായിട്ട് അവരെ ശിഷ്യന്മാരെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിച്ചു എന്നത് എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ ഈ ഉൾവിളിയുടെ പ്രത്യേകതയും, അതുപോലെ ഈ അനാരോഗ്യം, ഈ ആരോഗ്യത്തിൻ്റെ ഒരു പ്രശ്നം എന്നെ എപ്പോഴും നീ ഇവിടെ തന്നെ ഉറച്ചു നിൽക്കണം, നിനക്ക് എന്തെല്ലാം കഴിവുകളുണ്ടായിരിക്കാം, എന്തെല്ലാം പദ്ധതികളുണ്ടായിരിക്കാം, പക്ഷേ അതൊന്നുമല്ല, ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുക, നിൻ്റെ സാന്നിധ്യം മൂലം നിൻ്റെ സാന്നിധ്യം മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ള ആ ഒരു വിളിയിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നതെന്നാണ് അതിനുശേഷമുള്ള ജീവിതം എനിക്ക് കൂടുതൽ ബോധ്യപ്പെട്ടത്. ആ ഒരു ബോധ്യത്തിൽ ജീവിക്കുന്നതിനായിട്ട് ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. ഇനിയും വളരെ കാതങ്ങൾ സഞ്ചരിക്കാനുണ്ട്. എങ്കിലും എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, വിളിച്ചവൻ വിശ്വസ്തനാണ്. പൗലോസ്ലീഹ പറയുന്നത് പോലെ നിങ്ങളുടെ വിളിക്ക് യോഗ്യമായ ജീവിതം നിങ്ങൾ നയിക്കുവാൻ എന്ന് പറയുന്ന ആ ഒരു വലിയ തത്വത്തിൽ അടിയുറച്ചുകൊണ്ട് ദൈവിക പദ്ധതിയിൽ വിശ്വസിച്ചുകൊണ്ട് ഞാനിപ്പോൾ ജീവിക്കുന്നു. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെയും ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.